ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മളിന്ന് ഒരു മിനി ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പുറത്ത് ചെറുതായിട്ടൊക്കെ ഒരു സ്നോയൊക്കെ പെയ്യുന്നുണ്ട്. കാണുന്നുണ്ടോ ഗൈസ്? ചെറിയ രീതിയിലൊരു സ്നോയൊക്കെ പുറത്ത് വീഴുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ പുറത്ത് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല, ചെറിയ 1-2 സാധനങ്ങളൊക്കെ മേടിക്കാം. പിന്നെ ഇന്ന് കപ്പയും ബീഫും ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പോൾ കുറച്ച് കപ്പയും ബീഫൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. മഴയും പെയ്യുണ്ടോ? ആദ്യം ഇതിനിവിടെ മഴയും പെയ്യണ്ട. ഇത് വെള്ളം ആവണേണോ? ആദ്യം അങ്ങോട്ടാ പോണ്ട്. പാർക്കിൽ പോണോ? അങ്ങനെ നമ്മൾ ആദ്യത്തെ ഷോപ്പിലെത്തി. ഇവിടുന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് വേണം നമ്മുടെ അടുത്ത ഷോപ്പിൽ പോയിട്ട് കപ്പയും മീനൊക്കെ മേടിക്കാൻ. ആദ്യം നമ്മളിവിടെ ഇറങ്ങി ഇവിടുന്ന് കുറച്ച് അത്യാവശ്യത്തിനുള്ള ഉള്ളി, തക്കാളി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ ഇറങ്ങും. എങ്ങനെ പാല് മേടിക്കേണ്ടി വരും. തക്കാളി ഇതല്ലേ? ഇത് ചില്ലി എടുക്കൂ. ഇനി എന്താ മേടിക്കാം? ഇല്ലയാ ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് അടുത്ത ഷോപ്പിലേക്ക്. ബാക്കി സാധനം അവിടെ നിന്നാണ് മേടിക്കാനുള്ളത്. നമ്മൾ പൂളയും ബീഫും മേടിക്കാനാണ്. നാട്ടിലെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പൂളയും ബീഫും മേടിക്കും. നമ്മൾ ആദ്യം ബീഫ് മേടിക്കാൻ വേണ്ടി പോയി. നമുക്ക് ഇവിടുന്ന് ഹലാലായിട്ടുള്ള ബീഫ് കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ നാട്ടിൽ കിട്ടണ ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ വെറുതെ അതൊക്കെ കണ്ട് എന്തെങ്കിലും മേടിക്കാനുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നാട്ടിലെ നമ്മുടെ എല്ലാ സാധനങ്ങളും കിട്ടും. നമുക്ക് വേണ്ട സാധനം കിട്ടി. നാട്ടിലെ കപ്പ കിട്ടി. മേലെ അതെ ചക്ക ഇരിക്കണു. ഇനി അവിടെ നിന്ന് സാധനമൊക്കെ മേടിച്ച് നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോവാണ്. ചെറിയൊരു ഹെയർ ക്രീം മേടിക്കാൻ വേണ്ടിയിട്ട് അതുകൂടെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാൻ. നമ്മളെ കളിയാക്കോലെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല.
ഇവിടെയാണോ? ഏതില്? റിപ്പയർ കണ്ടീഷണർ, റിപ്പയർ ക്രീമുണ്ട്, കണ്ടീഷണർ ക്രീമുണ്ട്, ഇത് കേളിംഗ് ക്രീമുണ്ട്. ഇതായിരിക്കും നല്ലത്. അങ്ങനെ നമുക്ക് വേണ്ട സാധനം കിട്ടി. അതിൻ്റെ സൈഡിൽ കൂടി ഞാനും ഒരു ഷീറ്റ് മാസ്ക് മേടിച്ചു. അത് പിന്നെ അങ്ങനെ ആയി. അങ്ങനെ അവിടെ നിന്ന് അത് ബില്ലൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങി. ഇനി തിരിച്ച് വീട്ടിലേക്ക്. ഒരു ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. ചെറിയ രീതിക്ക് സ്നോയൊക്കെ വീണതിൻ്റെ സ്നോയൊക്കെ താഴെ കിടക്കുന്നുണ്ട്. ഇതാണ് ഗൈസ് UK വെതർ. നമ്മൾ പുറത്തു പോകുമ്പോൾ നല്ല സ്നോ ആയിരുന്നു. ഇപ്പം നല്ല മഴ. നല്ല മഴയായി. കുറച്ചേരം കഴിയുമ്പോൾ വെയിലാവും, കഴിയുമ്പോൾ കാറ്റാവും. വിടോ. വീട്ടിലെത്തി ഗായ്സ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലൊക്കെ എത്തി. ഇനിയിപ്പോൾ മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. ഉച്ചയായി, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. നമ്മൾ ഫുഡ് റെഡിയാക്കുന്നു. ഫുഡ് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കഴിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഫിലിം കാണണം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എന്താ വെക്കാനുള്ളത്? പാല്. ജസ്റ്റ് ഫുഡൂടെ കഴിച്ച് അതിൻ്റെ കൂടെ ഏതെങ്കിലുമൊക്കെ ഒരു പടവും കണ്ട് നമ്മൾ ഇരിക്കാൻ പോവാണ്. പിന്നെ ഇത്രേ ഉള്ളൂ. ബൈ ഗായ്സ്.